ഒരുപക്ഷെ അതുകൊണ്ട് കൂടി ആയിരിക്കാം ഒരുപാട് മഹാറാണിമാർ ഭരിച്ചിരുന്ന കാലം തന്നെ ഉണ്ടായിരുന്നു. അവരെല്ലാം വളരെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനൊരു പേരിട്ട് കഴിഞ്ഞാൽ പലരും ചോദിക്കുകയുണ്ടായിട്ടുണ്ട്, എന്താണ് ട്രാവൻകൂർ, അതിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ. നമ്മുടെ കസ്റ്റമേഴ്സ്, ഇപ്പോൾ US കസ്റ്റമേഴ്സിനൊന്നും ട്രാവൻകൂർ എന്താണെന്നൊന്നും അറിയില്ല. നിങ്ങളുടെ വെബ്സൈറ്റിൽ പോകുമ്പം 1-2 AI പ്രോഡക്ട്സ് കണ്ടിരുന്നു, എസ്പെഷ്യലി ഇപ്പോൾ ഡേറ്റ അനാലിസിസ് ആണെങ്കിലും ഇമേജ് അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് മീനിങ് ഫുൾ ഇൻഫർമേഷൻ എടുക്കാനാണെങ്കിലും ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പല ഫേസിലും നമ്മൾ ആൾക്കാരുടെ കാര്യത്തിലാവാം, സാമ്പത്തികമായ കാര്യത്തിലാവാം, കസ്റ്റമറുടെ സൈഡിലാവാം. മണ്ണാറശാലയുടെ പുണ്യഭൂമിയിൽ നിന്ന് ടെക് ലോകത്തിന്റെ നെറുകയിലേക്ക് ലോക IT ഭൂപടത്തിൽ തിരുവിതാംകൂറിന്റെ പേര് അഭിമാനപൂർവ്വം എഴുതി ചേർത്ത ട്രാവൻകൂർ അനാലിറ്റിക്സിന്റെ CEO മിസ്റ്റർ ബാസ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സ്വാഗതം. നമസ്കാരം. എന്താണ് ട്രാവൻകൂർ അനാലിറ്റിക്സ് എന്ന പേര് താങ്കൾ ഒരു IT സ്ഥാപനത്തിന് കൊടുത്തുകൊണ്ട് ലോകത്തിലേക്ക്, അല്ലെങ്കിൽ ലോകം മുഴുവനുള്ള US ജപ്പാനിലും ഒക്കെയുള്ള കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേര് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു? അതൊരു സ്വാഭാവികമായ ഒരു സംശയമാണ്. എന്താണ് ടെക്നോളജിയും തിരുവിതാംകൂറും തമ്മിലുള്ള ബന്ധം എന്നുള്ളത്. സാധാരണഗതിയിലെ കമ്പനികൾ തുടങ്ങുമ്പോൾ, എന്തെങ്കിലും പ്രത്യേകിച്ചും സോഫ്റ്റ്വെയർ കമ്പനികളൊക്കെ തുടങ്ങുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നിയോ സോഫ്റ്റ് അങ്ങനെയൊക്കെയുള്ള പേരുകളൊക്കെ ഇടാനായിരിക്കും സാധാരണ ഒരു താല്പര്യം. പക്ഷേ ഞങ്ങൾ അടിസ്ഥാനപരമായി ചിന്തിച്ചതെന്ന് വെച്ചാൽ, തിരുവിതാംകൂർ എന്ന് പറയുന്നത് നമ്മുടെ പഴയ ഒരു റീജിയൺ വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു സംസ്ഥാനമായിരുന്നു. അത് ഒന്നാമതേ അവിടുത്തെ രാജാക്കന്മാരും റാണിമാരും മരുമക്കത്തായം ഫോളോ ചെയ്തിരുന്നവരാണ്. അപ്പോൾ സ്ത്രീകൾക്ക് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ട് കൂടി ആയിരിക്കാം ഒരുപാട് മഹാറാണിമാർ ഭരിച്ചിരുന്ന കാലം തന്നെ ഉണ്ടായിരുന്നു. അവരെല്ലാം വളരെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവർ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും ഒക്കെ വളരെ പ്രാധാന്യം കൊടുക്കുകയും സ്ഥാപനങ്ങൾ തുടങ്ങുകയും അതുപോലുള്ള സിസ്റ്റംസ് കൊണ്ടുവരികയൊക്കെ ചെയ്തിരുന്നതാണ്. അപ്പം ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിൽ കേട്ടിരുന്ന രാജാക്കന്മാരുടെ കൂട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഇതും നമ്മൾ തിരുവിതാംകൂറിലെ രാജാക്കന്മാരെ പറ്റിയോ മഹാറാണിമാരെ പറ്റിയോ കേട്ടിട്ടില്ല. അപ്പോൾ അവരും ഈ നാടിൻ്റെ ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ അവരും നല്ലതായിരുന്നു, അവർ നല്ലതായതുകൊണ്ട് മാത്രം നല്ലതല്ല, നാടും നല്ലതായിരുന്നു പൊതുവെ. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് അപ്പോൾ അതിൻ്റെ ഒരു ഇത് നമ്മൾ ആ ഒരു പൈതൃകത്തിനെ നമ്മളൊന്ന് മാനിക്കുക. അതും അപ്പോൾ ഇങ്ങനൊരു പേരിട്ട് കഴിഞ്ഞാൽ പലരും ചോദിക്കുകയുണ്ടായിട്ടുണ്ട്, എന്താണ് ട്രാവൻകൂർ, അതിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ. നമ്മുടെ കസ്റ്റമേഴ്സ്, ഇപ്പോൾ US കസ്റ്റമേഴ്സിനൊന്നും ട്രാവൻകൂർ എന്താണെന്നൊന്നും അറിയില്ല. അവരൊക്കെ മൈസൂരെന്നും ഒക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഫേമസ് ആയിട്ടുള്ള കിങ്ഡംസ് ആണല്ലോ. പക്ഷേ ട്രാവൻകൂറിനെ പറ്റി അങ്ങനെ അധികം ആരും പുറത്തൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു റീജിയൻ ആണെന്നും വളരെ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഇതാണെന്നും ഒക്കെയുള്ള കഥകൾ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കേരളത്തിനെ പറ്റി നമ്മൾ അഭിമാനിക്കുന്ന പല കാര്യങ്ങളിലും അവിടുന്നേ തുടങ്ങിയിട്ടുള്ളതാണ്. എന്താ ശരിക്കും ട്രാവൻകൂർ അനാലിറ്റിക്സ് എന്താ ചെയ്യുന്നത്? എന്താ നിങ്ങളുടെ സേവനം? നമ്മളൊരു ഒരു ടെക്നോളജി കമ്പനിയാണ്. ടെക്നോ പാർക്കിലും ഇൻഫോ പാർക്കിലും മൈസൂരും ഓഫീസുണ്ട്. US കാലിഫോർണിയയിലും ഒരു ഓഫീസുണ്ട്. നമ്മൾ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഫേംവെയർ എംബഡഡ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ എംബഡഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ബിസിനസ്. അതാണ്. സർവീസ് മാത്രമാണോ അതോ പ്രോഡക്റ്റ്? സർവീസ് മാത്രമാണ്. 2 പ്രോഡക്റ്റ്സ് നമ്മൾ റീസെൻ്റായിട്ട് നമ്മളൊന്ന് ഇത് ചെയ്തിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം AI ഏരിയയിലാണ്, ഒരെണ്ണം വീഡിയോ സ്ട്രീമിംഗ് ഏരിയയിലാണ്. രണ്ടും പൈലറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ ട്രഡീഷണലി ഞങ്ങളൊരു സർവീസസ് ഫേമാണ്. നിങ്ങളുടെ വെബ്സൈറ്റിൽ പോകുമ്പം 1-2 AI പ്രോഡക്ട്സ് കണ്ടിരുന്നു, എസ്പെഷ്യലി ഇൻഡസ്ട്രിയൽ മേഖലയിലേക്കും അതേപോലെ തന്നെ ഡിജിറ്റൽ ട്യൂണിങ്. എന്താ നിങ്ങൾ ആ ഒരു മേഖലയിൽ എങ്ങോട്ടേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്? എന്താ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ? ഓക്കെ, AI തന്നെ ഫോക്കസ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. കാരണം അവിടെയാണ് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതും. ഫലപ്രദമായ സംഭാവനകൾ ഇൻഡസ്ട്രിയിലേക്ക് നൽകണമെന്നുണ്ടെങ്കിൽ AI ആണ് ഇപ്പോൾ ഉള്ള ഒരു മേഖല. അത് മാത്രമല്ല, കസ്റ്റമേഴ്സും പലരും പ്രതീക്ഷിക്കുന്നത് AI റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ് കൊടുക്കാനും അവരുടെ ഏതെങ്കിലും പ്രോഡക്റ്റിൽ തന്നെ AI എങ്ങനെ കൊണ്ടുവരാമെന്നും ആ പ്രോഡക്റ്റിനെ എങ്ങനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാമെന്നും ഉള്ള ആഗ്രഹങ്ങളാണുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ AIയിൽ തന്നെ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. നല്ല സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന, അതിപ്പോൾ ഡേറ്റ അനാലിസിസ് ആണെങ്കിലും ഇമേജ് അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് മീനിങ് ഫുൾ ഇൻഫർമേഷൻ എടുക്കാനാണെങ്കിലും ഇങ്ങനെയുള്ള പല ആപ്ലിക്കേഷൻസും AIക്ക് പറ്റും. ഞങ്ങൾ ആ ഒരു ഡയറക്ഷനിൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്.
ഇപ്പം ഏതൊരു കാലം വരുമ്പോൾ അല്ലെങ്കിൽ ഓൾറെഡി തുടങ്ങി എന്നാൽ പോലും ഇറ്റ്സ് ഇവോൾവിങ്. എല്ലാ ദിവസവും ഓരോരോ പുതിയ ടൂളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ശരിക്കും അടുത്ത ഒരു തലമുറ എന്തിലേക്കായിരിക്കണം ഫോക്കസ് ചെയ്യുന്നത്? എന്ത് സ്കില്ലാണ് അവർ എയുടെ അടുത്ത തലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ത് സ്കില്ലാണ് അവർ ഗെയിൻ ചെയ്യേണ്ടത്? ഓക്കെ, ഇപ്പം ഈ സാങ്കേതിക ആ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ, അതായത് ടെക്നോളജിയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഡെഫിനറ്റ്ലി AI പഠിച്ചിരിക്കണം. AI പഠിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ കോഡിങ് എൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്തായാലും വേണം. കാരണം എങ്ങനെയാണ് കോഡ് ചെയ്യുന്നത്, AI തന്നെ കോഡ് പലതും എഴുതി തരുമെങ്കിൽ പോലും കോഡിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള അടിസ്ഥാനപരമായ ഒരു നോളജ് വേണമെങ്കിൽ AI എഴുതി തരുന്ന കോഡിനെ നമുക്കൊന്ന് മനസ്സിലാക്കാനും അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ AI ടൂളുകളോട് തന്നെ തിരിച്ച് സംവദിച്ചുകൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പറയണമെങ്കിലെല്ലാം ആ ഒരു ബേസിക് സ്കില്ല് വേണം. പക്ഷേ മുമ്പൊക്കെ ഒരു പ്രോഗ്രാമിംഗ് അറിയാമെങ്കിൽ അത് മതിയായിരുന്നു കുറേയൊക്കെ. പക്ഷേ ഇപ്പോൾ പ്രോഗ്രാമിംഗ് അറിഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. എന്ത് പ്രോബ്ലമാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നതെന്നുള്ള ആ പ്രോബ്ലത്തിനെ പറ്റി ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങും, അതുപോലെ കുറച്ചൊരു ഹയർ ലെവൽ തിങ്കിങ്, ഒരു സിസ്റ്റം ലെവൽ തിങ്കിങ്, എന്ത് ചെയ്താൽ എന്ത് ഫലമാണ് ഉണ്ടാവുക, ഈ ഒരു ആ ഒരു ഡൊമെയിൻ, ഇപ്പോൾ നമ്മളൊരു ഹെൽത്ത് കെയർ ഡൊമെയിനിലേക്കാണ് ഒരു സൊല്യൂഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡൊമെയിനെ പറ്റിയുള്ള ലാർജർ അണ്ടർസ്റ്റാൻഡിങ് എല്ലാം ഉണ്ടെങ്കിലേ ഇപ്പം നമുക്ക് AI ടൂൾസിനോട് പറഞ്ഞ് ഇന്ന സൊല്യൂഷൻസാണ് എനിക്ക് വേണ്ടതെന്ന് പറയാൻ പറ്റുള്ളൂ. ആ ഒരു നോളജ് വളർത്തിയെടുക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. അതായത് ഒരു പ്രോഗ്രാം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഒരു സാധാരണ അറിയാവുന്ന ഒരാൾ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു കെട്ടിടം പണിയാണെങ്കിൽ കല്ലെടുത്ത് അടുക്കി വെച്ച് ഭിത്തി പണിയാൻ അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യാൻ ഒക്കെ അറിയാം എന്ന് പറയുന്നതിനേക്കാളും ആർക്കിടെക്റ്റ് ചെയ്യാൻ അറിയണം. എന്തൊക്കെ ആണ് ആ കെട്ടിടത്തിൽ വേണ്ടതെന്നുള്ളതും അവിടെ താമസിക്കാൻ പോകുന്ന ആൾക്കാരുടെ ആവശ്യങ്ങൾ എന്താണെന്നും ഒക്കെ അറിയുന്ന ആ ലെവലിൽ ഉള്ള നോളജ് ഇപ്പം ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണം. കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോൾ AI ഉണ്ട്. ആ നമ്മുടെ ലെവൽ ഓഫ് തിങ്കിങ് അതുപോലെ ഉയർത്തേണ്ട ഒരു ആവശ്യമാണ് ഇപ്പം നമുക്കുള്ളത്. ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലൊരു ബിസിനസ്, IT ബിസിനസ് തുടങ്ങി മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന പുതുതലമുറ ആളുകൾക്ക് എന്തായിരിക്കണം അവരുടെ ഫോക്കസ്? എങ്ങനെ അവർക്ക് കേരളത്തിൽ അല്ല ഇന്ത്യയിൽ ഒരു IT ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് എത്താൻ പറ്റും? അതെ, അതൊരു ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷേ അതൊരു സിമ്പിൾ ഉത്തരം അതിനില്ല. നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ എന്താണ് നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ്, നമുക്കൊരു മനസ്സിലൊരു പ്രോഡക്റ്റ് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഒരു പാത്ത്. എനിക്ക് ഏതെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്. ഇപ്പോൾ സ്യൂവേജ് ക്ലീൻ ചെയ്യാനുള്ള റോബോട്ട്സ്, അത് ചില കമ്പനികൾ, നല്ല കമ്പനികളുണ്ട്, അങ്ങനെയുള്ള ചില കമ്പനികളുണ്ട്. അപ്പോൾ അതൊരു പ്രോബ്ലം, അതിനുള്ള അവരുടെ ഒരു സൊല്യൂഷനാണ്. അങ്ങനെ ഒരു മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ ഡിസൈനും മറ്റ് ടെക്നോളജികളും ഒക്കെ സംഘടിപ്പിച്ച് ആ ഒരു സൊല്യൂഷനിൽ നമ്മൾക്കൊരു വിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യമേ വേണ്ടത്. ആ ഒരു അടിസ്ഥാനപരമായ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റെസീലിയൻസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ചെറിയ ചെറിയ സെറ്റ് ബാക്കുകളൊക്കെ നമുക്ക് ഉണ്ടാവും, പക്ഷേ നമ്മളതിൽ ഹാങ് ഓൺ ചെയ്യാനുള്ള ഒരു മനസ്സും നമുക്കുണ്ടാവണം. ആ സെറ്റ് ബാക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിൽ ഹാങ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടെ വന്നോളും. നമ്മളത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തോടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പിൽ വരുന്ന തടസ്സങ്ങളെല്ലാം നമുക്ക് മാറ്റാൻ പറ്റും. അത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് വേണ്ടത്. അപ്പോൾ ഒന്ന് പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ, പിന്നെ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേക ഏരിയയിൽ നമുക്കൊരു ഡീപ്പായിട്ടുള്ള എക്സ്പെർട്ടൈസ് ഉണ്ടാക്കിയെടുത്തിട്ട് അതിൽ കൺസൾട്ടൻസി പ്രൊവൈഡ് ചെയ്യുക, അതും ഒരു ഇതാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഇവിടെ എല്ലാം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ വെറുതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നും നമ്മുടെ ഡയറക്ഷൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നമുക്ക് അറിയാവുന്നത് അല്ലെങ്കിൽ അറിയണമെന്ന് ആഗ്രഹമുള്ളത്, നമുക്ക് വിശ്വാസമുള്ള ഒരു കാര്യത്തിൽ, അത് ടെക്നോളജി ആവാം, ഒരു പ്രോഡക്റ്റ് ഐഡിയ ആവാം, ഏതായാലും അതിൽ നമുക്ക് ഡീപ്പായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുത്ത് അത് സമൂഹത്തിന് പ്രയോജനപ്രദമാകും. അതിൻ്റെ ഫലമായിട്ട് ഡെഫിനറ്റ്ലി മണി വിൽ ബി ക്രിയേറ്റഡ്, വെൽത്ത് വിൽ ബി ക്രിയേറ്റഡ്. അത് അങ്ങനെ മാത്രമേ അതിനെ കാണാവൂ. അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതിലിറങ്ങി തിരിക്കേണ്ടത് തന്നെയാണ്. ഒരുപാട് അനുഭവങ്ങളും തരും നമുക്ക്. ഒരു 360 ഡിഗ്രി അനുഭവം തരുന്ന ഒരു സംഗതിയാണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ. നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ മാത്രം കണ്ടാൽ മതി, അതിൽ മാത്രം നമ്മൾ വറീഡായാൽ മതി. അതിന് ഗുണങ്ങളുണ്ട്, തീർച്ചയായിട്ടും അതിന് ഗുണങ്ങളുണ്ട്, നല്ലതാണ്. പക്ഷേ ഒരു ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 360 ഡിഗ്രിയും നമ്മൾ കാണാൻ കഴിയണം. ഒരുപാട് പ്രശ്നങ്ങൾ പല ഫേസിലും നമ്മൾ
ആൾക്കാരുടെ കാര്യത്തിലാവാം, സാമ്പത്തികമായ കാര്യത്തിലാവാം, കസ്റ്റമറുടെ സൈഡിലാവാം, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിലാവാം. എന്നും ഒരുപാട് ചാലഞ്ചസ് നമുക്ക് വരും. അതിനെല്ലാം ഫേസ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കും. അത് നമ്മുടെ ക്യാരക്ടറിന് ഭയങ്കരമായൊരു ഗുണം ചെയ്യും. എവിടെയെങ്കിലും നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി യൂസ്ഡപ്പ് ആയിട്ട് ചണ്ടിയായിട്ടായിരിക്കും നമ്മൾ പോകുന്നതെന്ന് പറയും. അങ്ങനെ അത്രയും യൂസ്ഡപ്പ് ആയിരിക്കും നമ്മൾ. അങ്ങനൊരു ഗുണമുണ്ട് അതിന്. മനസ്സമാനമില്ലാത്ത സമയങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അത് മീനിങ് ഫുള്ളാണ്. റെസിലിയൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം സാധാരണ എല്ലാ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും എല്ലാ ലീഡേഴ്സിനും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ തടസ്സങ്ങൾ എന്ന് പറയുന്നത്. ട്രാവൻകൂർ അനാലിറ്റിക്സ് തുടങ്ങി ഈ ഒരു 2 പതിറ്റാണ്ട് ഏകദേശം കഴിയുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ താങ്കൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ, അതായത് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ ഗ്ലോബൽ ഈ ഇൻഡസ്ട്രി സെഗ്മെന്റിൽ നിന്നും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്? എങ്ങനെ അതിനൊക്കെ ഓവർകം ചെയ്തു? ഞങ്ങൾ 2007 തുടങ്ങിയതാണ്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് 19 വർഷം 20 വർഷം ആവാറായി. അപ്പോൾ അന്ന് മുതലുള്ള ഈ IT ഇൻഡസ്ട്രിയിലുള്ള അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. 2008 റിസഷനും അതെല്ലാം, ലേമാൻ ബ്രദേഴ്സിൻ്റെ ആ ക്രാഷോടുകൂടി നമ്മൾ ഒരുപാട് അങ്ങനെയൊക്കെയുള്ളതെല്ലാം നമ്മൾ കടന്നു കൂടിയിട്ടുണ്ട്. ആ സമയത്തെല്ലാം നമുക്കൊരു പ്രശ്നം ഉണ്ടാകും, പക്ഷേ നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് പോരും. പക്ഷേ പ്രത്യേകമായ ഒരു അനുഭവം എന്ന് പറയാനാണെങ്കിൽ, ഇപ്പോൾ ഒരു 3 വർഷം മുമ്പേ എൻ്റെ സീനിയർ കൊളീഗായിരുന്നു, ഞങ്ങളുടെ കോഫൗണ്ടേഴ്സിൽ ഒരാളാണ്, ഹരികുമാർ എന്ന് പറഞ്ഞു. അദ്ദേഹം 3 വർഷം മുമ്പേ പെട്ടെന്ന് മരിച്ചുപോയി. ഒരു ഷോക്കായിരുന്നു. എനിക്ക് 30 കൊല്ലമായിട്ട് എനിക്ക് വളരെ അടുപ്പമുള്ള, ഞാൻ ISROയിൽ ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അന്ന് മുതലേ അടുപ്പമുള്ള ഒരാൾ പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതായപ്പം എനിക്കതൊരു ഷോക്ക്, പേഴ്സണലി എനിക്കൊരു ഷോക്കായിരുന്നു. പ്രൊഫഷണലിയും കമ്പനിക്കും അതൊരു ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. കാരണം ഞാൻ അന്ന് CTO ആണ്, ഹരി CEO ആയിരുന്നു. അപ്പോൾ ഇത് പെട്ടെന്നായതുകൊണ്ട് ഒരു പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു ഇതല്ലായിരുന്നു അത്. അപ്പോൾ ആ രീതിയിൽ കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകണം, പേഴ്സണലി ഒരു ഷോക്ക്, അത് കുറച്ച് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ അവിടെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ കൊളീഗ്സ് എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി ഒന്നിച്ചൊരു ടീം വർക്കായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതൊരു അനുഗ്രഹമാണ് അങ്ങനെ പറ്റിയത്. പിന്നെ കോ ഇൻവെസ്റ്റേഴ്സ്, ബാക്കി കൂടെയുള്ള ഇൻവെസ്റ്റേഴ്സ്, അവരെല്ലാവരും വളരെ സപ്പോർട്ടീവായിട്ട് എന്നെ വിശ്വസിച്ച് നിൽക്കുന്നുണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് ആ ഒരു പീരീഡ് കടന്നു കിട്ടാനായിട്ട് സാധിച്ചതെന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. ഇപ്പോഴും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ ലാർജ്ലി ആ ഒരു പീരീഡ് കഴിഞ്ഞു. അതൊരു ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒക്കെയാണ്. 2 പതിറ്റാണ്ട് 20 വർഷമായി എന്ന് പറയുന്നില്ല, ഈ 19 വർഷം ടെക്നോ പാർക്കിന്റെ ഒരു വളർച്ചയ്ക്കൊപ്പമാണ് താങ്കളുടെ സ്ഥാപനവും വളർന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു കേരളത്തിലെ IT പാർക്കുകളുടെ ഒരു വളർച്ചയും കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും ഒക്കെയുള്ള IT ഹബ്ബുകളുടെ ഒരു വളർച്ചയും? ഓക്കെ, ഒരു കമൻഡബിൾ ഒരു സംഗതിയാണ് കേരളത്തിലെ ടെക്നോ പാർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് അതിനു മുമ്പ് നമ്മൾ പലരും കേട്ടുകൊണ്ടിരുന്ന കേരളത്തിലെ വ്യാവസായിക അന്തരീക്ഷം വളരെ മോശമാണ് എന്നൊക്കെയുള്ള രീതിയിലാണല്ലോ. പക്ഷേ ഈ കാര്യത്തിൽ, ടെക്നോ പാർക്ക് എന്ന് പറയുന്ന കാര്യത്തിൽ തുടങ്ങി വെച്ച ആൾക്കാരാണെങ്കിലും പിന്നീട് കൊണ്ടു നടന്ന എല്ലാ മാറി മാറി വന്ന ഗവൺമെൻറ്റുകളാണെങ്കിലും മാറി മാറി വന്ന ടെക്നോ പാർക്കിൻ്റെ ഒഫീഷ്യൽസ് ആണെങ്കിലും എല്ലാവർക്കും ഇത് സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ബന്ദ് വന്നാലും ഹർത്താൽ വന്നു കഴിഞ്ഞാലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സാധാരണഗതിയിൽ ടെക്നോ പാർക്കിനെയും ഇൻഫോ പാർക്കിനെയും അഫക്റ്റ് ചെയ്യാറില്ല. അക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ എല്ലാ ലെവലുകളിൽ നിന്നും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പറ്റിയൊരു വ്യവസായമാണിത്. നമുക്ക് ലാൻഡൊന്നും ഒരുപാടില്ല. കേരളത്തിൽ ഒരു വലിയ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെയൊക്കെ വരാൻ പ്രയാസമാണ്. നമുക്ക് ട്രഡീഷണലി നമ്മൾ ഏറ്റവും കൂടുതൽ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റാണ് കേരളം, അല്ലെ ഇന്ത്യയിലെ തന്നെ. അപ്പോൾ ജനസംഖ്യ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ലേബറിന് ആൾക്കാരുണ്ട്, അഭ്യസ്തവിദ്യരായ ആൾക്കാരുണ്ട്, ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പഠിപ്പിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവുന്നവരും ചെയ്തെടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഐഡിയൽ വ്യവസായമാണ് സോഫ്റ്റ്വെയർ വ്യവസായം. അത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ആ ഗ്രോത്ത് തുടരുന്നുണ്ട്. അത് വളരെ സന്തോഷമാണ്. നമ്മുടെ പുതിയ തലമുറയൊക്കെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ നേരെ ബാംഗ്ലൂർക്കോ ഹൈദരാബാദിനോ മൈഗ്രേറ്റ് ചെയ്യാൻ ഒരു ട്രെൻഡ് നിൽക്കുന്നുണ്ടോ? അത് ട്രെൻഡ് അതുണ്ട്. അത് കാരണം അതിനകത്തൊരു ഗ്ലാമറിൻ്റെ അംശവും കൂടെ ഉണ്ട്. ഗ്ലാമറിൻ്റെ അംശവും പിന്നെ ഈ സാമ്പത്തികമായിട്ടുള്ളൊരു ഘടകവും കൂടെ ഉണ്ട്. ഈ ബാംഗ്ലൂരും ഹൈദരാബാദിലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ശമ്പളത്തിൻ്റെ ലെവല് കേരളത്തിൽ കിട്ടുന്ന സാലറി ലെവലിനേക്കാളും
കൂടുതലാണ്. കുറച്ചൊക്കെ വ്യത്യാസം ഇപ്പോൾ കോവിഡിന് ശേഷം വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ആ വ്യത്യാസം ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ ഈ കോസ്റ്റ് ഓഫ് ലിവിങ്ങും കൂടുതലാണ്. പക്ഷേ എന്നാലും കുട്ടികൾക്ക് പറയുമ്പോൾ ഒക്കെ എനിക്ക് ഇത്ര CTC കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ കൂടുതൽ ഒരു അഭിമാനം തോന്നുന്ന CTCകൾ ബാംഗ്ലൂർ പറയാൻ പറ്റുമായിരിക്കും. പക്ഷേ പലർക്കും അത് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് പേര് കേരളത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പല റീസൺസ് കൊണ്ടും. ഒന്ന്, കേരളത്തിൽ നിന്നാലും നന്നായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും, ചിലവ് അത്രയും ഇല്ല, അതുകൊണ്ട് എഫക്റ്റീവ്ലി സേവിങ്സിൽ വലിയ വ്യത്യാസം ഇല്ലയെന്ന് തിരിച്ചറിയുന്ന കുട്ടികൾ ഇവിടെ തന്നെ നിൽക്കുന്നവരുണ്ട്. പിന്നെ അവരുടെ പേരൻസ് അടുത്ത് നിൽക്കാം. അങ്ങനെ ഒരുപാട് പ്ലസ് പോയിൻറ്റ്സ് കേരളത്തിൽ നിൽക്കുന്നതിനുണ്ട്. അത് തിരിച്ചറിയുന്ന കുട്ടികളുണ്ട്, ടാലൻറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രശ്നമില്ല. പക്ഷേ ഇപ്പോഴും കുറേ കുട്ടികളെങ്കിലും, അത് ബാംഗ്ലൂർ മാത്രമല്ല, പുറത്തേക്ക് കേരളത്തിൻ്റെ ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ആൾക്കാർ പുറത്ത് പോയി പഠിക്കണം എന്നുള്ളതാണല്ലോ. ഈ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് ചിന്തിച്ച് പുറത്തു പോകുന്നവർ ഒരുപാട് കുട്ടികളുണ്ട്. അത് കൂടുതലും IT സെഗ്മെന്റിലുള്ള IT-യിലും IT അല്ലാത്ത എല്ലാത്തിലും ഉണ്ട്. IT-യിലാണെങ്കിലും പഠിക്കാൻ വേണ്ടി നേരെ പുറത്ത് പോയി MS എടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ ജോലിക്ക് കണ്ടിന്യൂ ചെയ്യുക. ഇപ്പോൾ ഇവിടെയോ ബാംഗ്ലൂരോ പോയി വർക്ക് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അത് കാലം കുറച്ച് മാറ്റങ്ങൾ ഇതിലൊക്കെ കൊണ്ടുവരുമായിരിക്കും. പല രാജ്യങ്ങളിലും ഇപ്പം ഇമിഗ്രൻസിനോട് ഒരു സ്വാഗതപൂർവമായ ഒരു കാഴ്ചപ്പാടല്ല പല രാജ്യങ്ങളിലും ഉള്ളത്. അത് പക്ഷെ പലതും മാറി വരുമായിരിക്കും. ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ളതായിരിക്കാം. നമുക്കത് കാത്തിരുന്നേ അത് കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ കേരളത്തിലെ ഈ IT എന്ന് പറയുന്നത് കേരളത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു വ്യവസായമാണ്. നമുക്ക് ടാലൻ്റ് ഉണ്ട്, അത് ഇനിയും വളരും. ഒരു പേഴ്സണൽ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, താങ്കൾ മണ്ണാറശാല കുടുംബത്തിൽ നിന്നുള്ളതാണ്. മണ്ണാറശാല എന്ന് പറയുന്നത് സെൻട്രൽ ട്രാവൻകൂർ അല്ലെങ്കിൽ സെൻട്രൽ കേരളത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ്. അപ്പം അവിടെ നിന്ന്, ആ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാൾ എങ്ങനെയാണ് ഈ ISROയിലേക്കും ടെക്നോളജി മേഖലയിലേക്കും ബിസിനസ്സിലേക്കും ഒക്കെ വന്നത്? ഇപ്പോഴും അതിൻ്റെ ഒരു കാരണം എന്താണ്? അതുപോലെ തന്നെ ഇപ്പോഴും ക്ഷേത്രത്തിൽ തിരിച്ചു വരുമ്പോൾ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? ഉണ്ട്. അത് ഒരു രീതിയിലാണെന്ന് വെച്ചാൽ രണ്ട് ലോകമാണെന്ന് തോന്നും. ഒന്ന് കുറച്ചൊക്കെ ഒരു സ്പിരിച്വാലിറ്റിയുടെയും ആത്മീയതയുടെയൊക്കെ ഒരു ലോകം, മറ്റേത് ടെക്നോളജിയുടെയൊക്കെ ഒരു ലോകം. പക്ഷേ എൻ്റെ ഉള്ളിൽ കോൺഫ്ലിക്ട്സ് ഒന്നുമില്ല. എനിക്കത് കാരണം ഇതെല്ലാം ഈശ്വരൻ്റെ തന്നെ, അങ്ങനെ ആ രീതിയിൽ പറയുകയാണെങ്കിൽ ഇതെല്ലാം ദൈവം അനുവദിച്ചു തരുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ, അല്ലേ? ഈശ്വരൻ തന്നെയാണ് ഇതിനെല്ലാം കാരണമെങ്കിൽ പിന്നെ അതിനകത്ത് നമുക്ക് വൈരുദ്ധ്യങ്ങളില്ല. എനിക്ക് ചെറുതിലെ മുതലേ എനിക്ക് പഠിക്കണമെന്നും നല്ല ജോലി വേണമെന്നും ഒക്കെ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ എഞ്ചിനീയറിങ്ങിലോട്ടും ഒരു ആഗ്രഹം വന്നതിൻ്റെ ഒരു കാരണം നമുക്കെപ്പോഴും ഒരു റോൾ മോഡൽസ് ആരെങ്കിലും കാണുമല്ലോ. ഞാൻ 10ാം ക്ലാസ്സിലും പ്രീ ഡിഗ്രിയൊക്കെ പഠിക്കുമ്പോൾ, അന്ന് പ്രീ ഡിഗ്രിയാണ് പഠിക്കുമ്പോൾ, എന്നെ മാത്സ് പഠിപ്പിച്ച 2 പേരുണ്ട്. ആദ്യം ഒരു രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ചേട്ടനായിരുന്നു. അദ്ദേഹം ഒരു എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു, TKM പഠിച്ചു. അദ്ദേഹം ജോലി കിട്ടി പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അനിയൻ ജയചന്ദ്രൻ എന്ന് പറഞ്ഞ അദ്ദേഹം ആണ് എന്നെ പിന്നെ 2 കൊല്ലം പഠിപ്പിച്ചത്. ഞാനത് എൻജോയ് ചെയ്യുന്നൊരു കാലഘട്ടമാണ്. ഞാൻ അവരുടെ വീട്ടിൽ പോയിരുന്ന് കുറച്ച് കണക്കൊക്കെ ചെയ്ത് തിരിച്ച് എത്തും. അപ്പോൾ എനിക്ക് അവരെ 2 പേരെയും ഭയങ്കര എനിക്കിഷ്ടമായിരുന്നു. അവരെന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഒരു എഞ്ചിനീയർ ആവുക എന്ന് പറയുന്ന ഒരു ആഗ്രഹം ഉണ്ട്. എൻ്റെ അച്ഛന് ഞാനൊരു ഡോക്ടർ ആവണം എന്നൊക്കെയുള്ള ആഗ്രഹമായിരുന്നു. എനിക്കതൊട്ടും ഇഷ്ടവുമല്ലായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം എഞ്ചിനീയറിങ്ങിലോട്ട് വന്നു. CET-യിൽ അഡ്മിഷൻ കിട്ടി. അവിടെ ഇലക്ട്രോണിക്സ് പഠിച്ചു. പിന്നെ MTech ചെയ്തു. പിന്നെ ISROയിൽ ജോലി കിട്ടി. 7 വർഷത്തോളം ISROയിൽ ജോലി ചെയ്തിട്ടാണ് 2001 അപ്പോൾ സോഫ്റ്റ്വെയറിനോട് കുറച്ചൊരു ആഗ്രഹം തോന്നിയിട്ട് ഫുൾ ടൈം സോഫ്റ്റ്വെയർ ആവാം എന്ന് വിചാരിച്ചാണ് ടെക്നോ പാർക്കിലേക്ക് വന്നത്. 2007 നമ്മൾ ട്രാവൻകൂർ അനലിറ്റിക്സ് എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങിയത്. കേരളത്തിൽ നിന്നുള്ള പുതുതലമുറ, സ്പെഷ്യലി പുതിയ ലോകമാണ്, എല്ലാ ദിവസവും മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പുതിയ തലമുറയോട് നൽകാനുള്ളൊരു സന്ദേശം എന്താണ്? പുതിയ തലമുറയ്ക്ക് ഒരുപാട് ആശങ്കകളുണ്ടാവും. ഇത് എങ്ങോട്ടാണ് ഈ ലോകം പോകുന്നത് എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ കാണുന്ന യുദ്ധവും അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഒരു ക്രമം തന്നെ മാറിപ്പോയി. ഇപ്പോൾ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു ക്രമം ഉണ്ടായിരുന്നു. യുണൈറ്റഡ് നേഷൻസ് ഉണ്ടായിരുന്നു, മറ്റ് രാജ്യങ്ങളുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് ഇമിഗ്രേഷനൊക്കെ പോസിബിൾ ആയിരുന്നു. അവിടെ പോയി ഒരു കൊളാബറേഷൻ, ഇൻ്റർനാഷണൽ കൊളാബറേഷൻ ഉള്ളതുകൊണ്ട് തന്നെ പലർക്കും ഭാവിയെപ്പറ്റി ഉറ്റുനോക്കാൻ കുറേ പോസിറ്റീവ് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന മുഴുവൻ യുദ്ധവും അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരിക്കും. അതുപോലെ AI കാരണം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ആശങ്ക ഇതുണ്ടാവും. ജോലിയൊക്കെ പോകുമോ എന്നുള്ള ആശങ്കകളൊക്കെ ഉണ്ടാവും. പക്ഷേ അങ്ങനത്തെ ആശങ്കകളൊക്കെ മാറ്റി വെച്ചിട്ട് ഒരുപാട് സാധ്യതകളും ഇത് തുറന്നു വരുന്നുണ്ട്. അത് മുന്നോട്ടിൽ കാണുക എന്നുള്ളതാണ്. സാധ്യതകൾ കണ്ട് മനസ്സിലാക്കി അത് ലക്ഷ്യമാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ് പുതിയ തലമുറയ്ക്ക് ചെയ്യാനുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇപ്പോൾ AI കാരണം തന്നെ ഇപ്പം ഇനിയിപ്പോൾ ഫിസിക്കൽ റോബോട്ടിക്സിൽ ഹ്യൂമനോയിഡ് റോബോട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുമല്ലോ. ഇപ്പം നമ്മൾ പറയുന്ന AI പറ്റി പറയുന്ന മുഴുവൻ സോഫ്റ്റ്വെയർ റിലേറ്റഡ് AI അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ നോളജിലുള്ള ഇതായിരിക്കും. പക്ഷേ ഫിസിക്കൽ ആക്ടിവിറ്റീസ് തന്നെ, ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ സാധനം സപ്ലൈ ചെയ്യാൻ തന്നെ റോബോട്ടാവാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ പല കാര്യങ്ങൾക്കും റോബോട്ട് തന്നെ ആവാം. അപ്പോൾ അവിടെയെല്ലാം നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വേണം, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വേണം, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വേണം, സോഫ്റ്റ്വെയർ വേണം, ട്രെയിനിങ് AI റിലേറ്റഡ് ട്രെയിനിങ്ങുകൾ വേണം, ഒരുപാട് മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള കാര്യങ്ങൾ വേണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്രയും വർക്ക് ഫോഴ്സും വേണം. അതിനെപ്പറ്റി ചിന്തിക്കാനും സൊല്യൂഷനെ പറ്റി ചിന്തിക്കാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കോഡ് ചെയ്യാനൊക്കെ AI കാണുമായിരിക്കും. പക്ഷേ നമുക്ക് ആ സൊല്യൂഷൻ ലെവലിൽ ചിന്തിക്കാനും സിസ്റ്റം ലെവലിലുള്ള നോളജ്, ലോകം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ചിന്തിക്കാനും അതിനകത്ത് എന്തൊക്കെ നമുക്ക് സാധ്യതകളുണ്ടെന്നുള്ളതും ആ തരത്തിലുള്ള ഇതിന് ഓപ്പർച്യൂണിറ്റീസുകൾ, അവസരങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് നമ്മളൊരു പെസിമിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യൂ പോയിന്റ് നമുക്ക് ലോകത്തിനെ പറ്റി എടുക്കേണ്ട ആവശ്യമില്ല. പലതും പറയാം, കാരണം മനുഷ്യർ ഒരുപാട് പേരുണ്ട്, പലരും കിട്ടുന്ന സിഗ്നൽസ് പലത് വെച്ചിട്ട് പല രീതിയിൽ വ്യാഖ്യാനിച്ച് ഇത് വരാം. പിന്നെ ഒരു മനുഷ്യൻ്റെ ഒരു ടെൻഡൻസിയാണ് നെഗറ്റീവ്സ് ആദ്യം കാണുക എന്ന് പറയുന്നത്. കാരണം അതൊരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. നെഗറ്റീവ്സ് കണ്ട് ഭയപ്പെട്ട് ഡിഫെൻസീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. പക്ഷേ ഈ ഒരു അവസരത്തിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് നന്നായിട്ട് വരും. അതിനെ വിശ്വസിച്ച് പഠിക്കുക, പ്രവർത്തിക്കുക, സ്വയം വിശ്വസിക്കുക, നമുക്കിതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലില്ല. നമ്മൾ ഒരു ഇതുണ്ടല്ലോ, കൺട്രോൾ ഡൈക്കോട്ടമി എന്ന് പറയും, ഈ സ്റ്റോയിസിസം എന്നൊരു ഫിലോസഫിയിൽ പറയുന്നതാണ്. നമുക്ക് കൺട്രോളുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, കൺട്രോൾ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി നമ്മൾ വറി ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് കൺട്രോൾ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ തോട്ട്സ്, നമ്മുടെ ആക്ഷൻസ്, നമുക്കെന്താ ഈ നിമിഷം ചെയ്യാൻ പറ്റുക, അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുക. വറി ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ആ ഒരു ഫിലോസഫി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് തന്നെയാണ് ഭഗവത്ഗീതയിലും പറയുന്നത്, അല്ലേ? കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കദാചന എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് കർമ്മത്തിലാണ് നമുക്ക് അധികാരമുള്ളത്, ഫലത്തിൽ നമുക്ക് അധികാരമില്ല. അധികാരമില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റി ബോധർ കിട്ടും കാര്യമില്ല. അപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ ഫിലോസഫികളും പറയുന്നത് ഒരു കാര്യം തന്നെയാണ്, നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യുക, ആ പ്രോസസ്സിൽ വിശ്വസിക്കുക, പ്രവർത്തിക്കുക. ഔട്ട്കം നമ്മുടെ കയ്യിലല്ല, പക്ഷെ അത് വരും. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഔട്ട്കം വരിക തന്നെ ചെയ്യും. ഇതിനെപ്പറ്റിയുള്ള ആകുലതകളും ആകാംക്ഷകളും ഒക്കെ സ്വാഭാവികമാണ്. നമുക്ക് ധൈര്യം ചോർന്നു പോകുന്ന നിമിഷങ്ങളുണ്ടാവാം, അതെല്ലാം വരും. പക്ഷേ ചെയ്യാനുള്ളത് ചെയ്യാതിരിക്കാനുള്ള കാരണമാവരുത് ഒന്നും. അത് ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും തന്നെയാണ് എൻ്റെ വിശ്വാസം. നല്ലതേ വരത്തുള്ളൂ. വളരെ നന്ദി. താങ്ക് യു. വളരെ നന്ദി നിഖിൽ. താങ്ക് യു.